ടെക്സ്റ്റ് ബുക്കിൽ 51-ാം പേജിൽ കൊടുത്തിട്ടുള്ള പ്രോഗ്രാം 1 എന്നത് പരിശോധിക്കുക. ഇതുപോലൊരു പാറ്റേൺ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് ആ പ്രോഗ്രാമിലുള്ളത്. പ്രോഗ്രാം ഇവിടെ മുൻപ് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അവയോരോന്നും വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യം ടർട്ടിൽ ഗ്രാഫിക്സിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. പിന്നീട് പെൻ സൈസ് കൊടുത്തിരിക്കുന്നു, കളർ ബ്ലാക്ക്, യെല്ലോ എന്നിവ കൊടുത്തിരിക്കുന്നു. പിന്നീട് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിരിക്കുന്നു. ഫോർ ആർ ഇൻ റേഞ്ച് 4 എന്ന് കൊടുത്തിരിക്കുന്നു. 4 എന്ന് കൊടുത്തിരിക്കുന്നതിനർത്ഥം 1, 2, 3, 4 ഇങ്ങനെ 4 വട്ടം തിരിയേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഇവിടെ 4 എന്ന് കൊടുത്തിട്ടുള്ളത്. RT 90 തിരിയേണ്ട കോണളവാണ്. പിന്നീടുള്ളത് ബിഗിൻ ഫിൽ എന്ന നിർദ്ദേശമാണ്. ഇവിടെ കാണുന്നത് പോലെ വരകൾക്കുള്ളിൽ നിറം നിറയ്ക്കുവാനുള്ള നിർദ്ദേശമാണത്. അടുത്തത് വീണ്ടും ഒരു ഫോർ ലൂപ്പ് കൊടുത്തിരിക്കുന്നു. ഇവിടെ 40, 101, 20 എന്ന് കാണുന്നു. അതിനർത്ഥം ആദ്യം 40 അളവിലുള്ള വൃത്തം വരയ്ക്കണം. ഇവിടെ 40 അളവിലുള്ള വൃത്തം വരച്ചിരിക്കുന്നു. പിന്നീട് 40ഉം 20ഉം കൂടി ചേർത്താൽ 60 എന്ന് കിട്ടും. 60 അളവിലുള്ള വൃത്തം വരയ്ക്കുന്നു. ഇതാണ് 60 അളവിലുള്ള വൃത്തം. അതിനുശേഷം 60നോടുകൂടി വീണ്ടും 20 ചേർക്കുന്നു. അപ്പോൾ 80 എന്ന് കിട്ടുന്നു. 80 അളവിലുള്ള വൃത്തം അടുത്തതായിട്ട് വരയ്ക്കുന്നു. പിന്നീട് 100 അളവിലുള്ള വൃത്തമാണ് ഇവിടെ കാണുന്നത്. 101 എന്ന് പറഞ്ഞാൽ 100ൽ താഴെയുള്ള എന്നാണ് അർത്ഥം. ഇവിടെ സർക്കിൾ I എന്ന് കാണുന്നു. അതായത് I എന്ന വൃത്തം വരയ്ക്കുവാനുള്ള നിർദ്ദേശമാണത്. പിന്നീട് എൻഡ് ഫിൽ എന്നത് ബിഗിൻ ഫിൽ എന്നതിന് നേരെ താഴെ, അതായത് അതേ ടാബ് പൊസിഷനിൽ തന്നെ നൽകിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കുവാനുള്ളത്. ഇനി ഇതൊന്ന് പ്രവർത്തിപ്പിച്ചു നോക്കാം. റൺ മൊഡ്യൂൾ. ഓരോ വൃത്തങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കുന്നുണ്ട്. 40, 60, 80, 100. ഇനി അടുത്തത് 40, 60, 80, 100.